ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി, ഒത്തിരി നാളെന്ന് പറയുമ്പോൾ ഒരു മാസത്തിലേറെയായി നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബ്രൗണിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്താവും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഒന്ന് വീഡിയോ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കണം നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തൊന്ന് എടുക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ചോക്ലേറ്റ് ഇതാ ഒരു ബാർ എടുത്തിട്ടുണ്ട്, ഇതാ കണ്ട. അപ്പോൾ ആദ്യം ഇതിലോട്ടിട്ട് ഇപ്പോൾ നമുക്ക് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്ത് ഇത് വെച്ചൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഞാൻ എന്താ 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിക്കുകയാണ്. പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ, 1 കപ്പല്ല 3/4 കപ്പ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതും കൂടെ ഇതിൽ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്ത്, നമുക്കിതിൽ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എടുക്കുന്നവർക്ക് എടുക്കാം. നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അലിയിച്ചൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ മെൽറ്റായ ചോക്ലേറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഇച്ചിരി ആറണേട്ടോ, നന്നായിട്ട് ആറിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കാവും. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബട്ടറും ചോക്ലേറ്റും കൂടെ ഒന്ന് അലിയിക്കാൻ എടുത്തില്ലേ, അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് കൂടി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അതിട്ടപ്പം വീഡിയോ വന്നിട്ടില്ല. വീണ്ടും ഡിലീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മാവൊക്കെ ഒന്ന് ചേർക്കാം. അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദ മാവാണ് കേട്ടോ. അതോടെ ചേർത്ത് ഇനി അതിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കാം. അതാ നന്നായിട്ട് ഇത് നമ്മൾ മാവൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലോട്ടൊന്ന് മാറ്റാം. നമ്മളിതൊരു കേക്ക് ടിന്നിലോട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ചതിന് ശേഷം ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ മാവൊന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഞാനൊരു അടുപ്പത്തോട്ട്, നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നല്ല കട്ടിയുള്ളൊരു ഉരുളിച്ചെര വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് റിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് ഞാനിന്ന് നമ്മുടെ ബ്രൗണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ടൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 30-35 മിനിറ്റിനകത്ത് നമ്മുടെ ബ്രൗണി റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാനൊരു വെയിറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 30-35 മിനിറ്റിനകത്ത് തയ്യാറാവും. എന്താവും എന്ന അവസ്ഥ എനിക്കറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ബ്രൗണി ബ്രൗണി ബ്രൗണി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കൊതിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ് നമ്മൾ പുറത്തൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ടേസ്റ്റും ഈ ടേസ്റ്റും കൂടെ എങ്ങനെയാണെന്നും നമുക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഇതിൽ ഒട്ടി വരുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ടേസ്റ്റൊന്നും ചെയ്ത് നോക്കിയില്ല, പക്ഷെ നമ്മൾ കണ്ടണക്കൊക്കെ തന്നെ കേട്ടോ ബ്രൗണി തയ്യാറാക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിലായിട്ട് കാണാം. അതുവരെ ബൈ.